നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മുടെ അയൽപ്പക്കത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്കതൊക്കെ അറിയണം. അതിനുശേഷം പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ വാർത്തകൾ അറിയണം. അതിനു മുൻപ് നമുക്ക് ആദ്യം നോക്കാം നാട്ടിൽ എന്തുണ്ട്. ഇന്നലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നല്ല മഴയുണ്ടായിരുന്നല്ലേ. അതേപോലെ തന്നെ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയിലും നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പത്തനാപുരത്ത് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി. സംസ്ഥാനത്ത് പെയ്യുന്ന കാലവർഷത്തിന്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങളായി വൈകുന്നേരങ്ങളിൽ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടൊക്കെ. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുറ്റത്തു നിന്നിരുന്ന വർഷങ്ങൾ പഴക്കം ചെന്ന നെല്ലിമരം കടപുഴകി റോഡിലേക്ക് വീണു. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിനും മതിലിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പത്തനാപുരം തടിഡിപ്പോയിൽ നിന്ന തേക്കുമരത്തിന്റെ ചിലകൾ ഒടിഞ്ഞു വീണ വൈദ്യുത കമ്പികൾക്ക് കേടുപാടുണ്ടായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന മരം ഒടിഞ്ഞ് വൈദ്യുത പോസ്റ്റിന്റെ മുകളിലേക്ക് വീണ് പോസ്റ്റ് ഒടിയുകയും വൈദ്യുത കമ്പികൾ പൊട്ടുകയും ചെയ്തു. ശക്തമായ മഴയിൽ പത്തനാപുരം ടൗൺ സെൻട്രൽ ജംഗ്ഷനിലുള്ള 3 നില കെട്ടിടത്തിന്റെ മുകളിലെ കോൺക്രീറ്റ് തകർന്ന് റോഡിലേക്ക് വീണു. ആ സമയം വാഹനമോ കാൽനട യാത്രികരോ അതുവഴി കടന്നു പോകാത്തതിനാൽ ദുരന്തം ഒഴിവായി. HDFC ബാങ്കിന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് വാഹനത്തിന് കേടുപാട് സംഭവിച്ചു. പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ന്യൂസ് 18 പത്തനംതിട്ട. മുതലപ്പൊഴി അഴിമുഖത്തെ മണൽ നീക്കം ഇന്ന് ആരംഭിച്ചേക്കും. 10,000-കണക്കിന് ടൺ മണ്ണാണ് അഴിമുഖത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടത്. മണൽ അടിഞ്ഞുകൂടിയതോടുകൂടി അഴിമുഖത്ത് അപകടങ്ങളും വർദ്ധിച്ചു. മണൽ നീക്കം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. മുതലപ്പുഴി അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മത്സ്യബന്ധനം നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ സമരം തുടങ്ങിയിരുന്നു. ഡ്രെഡ്ജർ എത്തിച്ച് മണൽ നീക്കം ചെയ്യാമെന്ന് അധികൃതരുടെ ഉറപ്പിന്മേലായിരുന്നു സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ആരംഭിക്കാത്തതോടെ ഇന്നലെ വീണ്ടും പ്രതിഷേധമുണ്ടായി. ഇന്ന് മണൽ നീക്കാമെന്ന ഉറപ്പിലായിരുന്നു സമരം അവസാനിപ്പിച്ചത്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ആ കണക്കനുസരിച്ചല്ലാതെ മണൽ ഇവിടെ നിന്ന് ഡ്രെഡ്ജ് ചെയ്ത് മാറുന്നതെങ്കിൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഡ്രെഡ്ജിങ് വലിയ മിഷൻ കൊണ്ട് ചെയ്തിട്ടല്ലാതെ ഞങ്ങൾ അനുവദിക്കില്ല എന്നവർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കണക്ക് എടുപ്പിന് വേണ്ടിയിട്ടാണ് ഇനി 2 ദിവസം ശനിയും ഞായറും ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ സമരത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ 2 സൈഡിലുള്ള AE ഓഫീസ് ഞങ്ങൾ പൂട്ടിയെടുക്കും. കൂടാതെ 2 ടോൾ ഗേറ്റിലും 1 രൂപ പോലും പിരിക്കാത്ത രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തും. ചേറ്റുവയിൽ നിന്നെത്തിച്ച ഡ്രെഡ്ജർ ഇത്രയധികം മണൽ നീക്കം ചെയ്യാൻ പര്യാപ്തമല്ലെന്നും പരാതിയുണ്ട്. മൺസൂൺ കാലം ആരംഭിക്കുന്നതിന് മുൻപ് മണൽത്തിട്ട നീക്കം ചെയ്തില്ല എങ്കിൽ മുതലപ്പുഴയിലെ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്. 1924 പ്രകൃതിക്ഷോഭത്തിൽ ഒലിച്ചുപോയ പാതയ്ക്ക് പകരം 1931 തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുതിയ പാത നിർമ്മിച്ചത്. ഇതോടെ ഈ പഴയ പാത വനംവകുപ്പിന്റെ അധീനതയിലായി. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന പൂയംകുട്ടി, പിണ്ടിമേട്, കുട്ടപ്പുഴ, കുഞ്ചിയാർ, പെരുമൻകുത്ത്, മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് എത്തുന്നതാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. ഏറെ സമയവും വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്ന പഴയ രാജപാത തുറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൂയംകുട്ടി വഴി ഉണ്ടാകുന്നത് മൂന്നാർ മേഖലയ്ക്ക് ഭയങ്കരമായ പുരോഗതി. ടൂറിസ്റ്റുകളെ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മൂന്നാറിലെ ഏറ്റവും വേഗത്തിൽ, അതായത് നേര്യമംഗലം കൂടി വരുന്നതിനേക്കാൾ കുറേ അധികം കിലോമീറ്ററുകൾ കുറവാണ് പൂയംകുട്ടി വഴിയുള്ള. നല്ല റോഡാണ്, നിരപ്പ് വഴിയാണ്, കയറ്റം കുറവാണ്. അങ്ങനെ ഒരുപാട് നന്മകളുള്ള ഒരു റോഡാണ് ഈ പൂയംകുട്ടി മൂന്നാർ റോഡ്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം. നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ വനം വകുപ്പ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1924 പ്രകൃതിക്ഷോഭത്തിൽ മൂന്നാർ ഉൾപ്പെടെ നാശമുണ്ടായപ്പോൾ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി. പിന്നീട് രാജഭരണകാലത്ത് തന്നെ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം, വാളറ, അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു.
നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് പഴയ പാത വീണ്ടും തുറക്കണമെന്നും വനം വകുപ്പ് എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. നമ്മളെപ്പോഴും നാട്ടിൽ എന്തുണ്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ അയൽപ്പക്കത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലയിലെ വിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ എപ്പോഴും നമ്മളൊക്കെ പേടിച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ടല്ലേ. പ്രത്യേകിച്ചും ഇടുക്കിയിലാകട്ടെ വയനാട്ടിലാവട്ടെ ഈ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളുടെ വാർത്തകൾ എന്നും നമ്മൾ നാട്ടിൽ എന്തുണ്ട് എന്നുള്ള പരിപാടിയിൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ നമ്മളുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മളൊക്കെ സമാധാനത്തോടു കൂടി എന്നും വീട്ടിൽ കിടന്നുറങ്ങുന്നവരാണ്. വീടെന്ന് പറയുമ്പോൾ തന്നെ സമാധാനമാണ്. പക്ഷേ ഈ ഇടുക്കിയിലെയും വയനാട്ടിലെയും ഒക്കെ ആളുകളില്ല, അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലെയൊക്കെ ആളുകൾ എപ്പോഴും പേടിച്ചുകൊണ്ട് മാത്രം വീട്ടിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ നാട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ളൊരു നാടാണ്. അത്തരത്തിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഡൈമുക്ക് പന്തടിക്കളം മേഖല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശവാസികളൊക്കെ അവിടെ പുലികളെ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇനി വരുന്നത്. തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളുമാണ് പ്രദേശത്തുള്ളതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടാണ് അവിടെയുള്ള ആളുകൾ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ബിജു പുലിക്കൂട്ടത്തെ കണ്ടത്. തള്ളപ്പുലിയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 4 എണ്ണം വാഹനത്തിന് കുറുകെ പോയതായി ഇവർ പറയുന്നു. ഒരെണ്ണം ചാടുന്നു കണ്ടു. അപ്പം കേഴുക പന്നി വലുതാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത് ഒരു 10 അടി ഇങ്ങനെ നീങ്ങുമ്പോഴത്തേന് വീണ്ടും ഇത് മുന്നോട്ട് ചാടി. ഞാൻ 4 എണ്ണത്തിനെ നല്ലപോലെ കണ്ട. വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്താനോ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനോ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം ഡൈമുക്ക് സ്വദേശി സുനിൽകുമാറും പുലിയെ നേരിട്ട് കണ്ടു. ജീപ്പിൽ വരും വഴി തേയിലക്കാടിനോട് ചേർന്ന് പുലിയെ കണ്ടതായാണ് സുനിൽ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പുലിയെ പിടിച്ചോണ്ട് പോയതാണ്. അവന് അവിടെ തന്നെയാണ് ഇപ്പം പുലി വന്ന് കയറിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്ന് തുടർച്ചയായി പുലിയെ കണ്ടതോടെ ആശങ്കയിലും ഭീതിയിലുമാണ് മേഖലയിലെ കുടുംബങ്ങൾ. പ്രദേശത്ത് നിന്നും 2 വർഷം മുൻപ് ഒരു പുലിയെ കൂടുവെച്ച് പിടികൂടി ഉൾവനത്തിൽ വിട്ടിരുന്നു. HML എസ്റ്റേറ്റിൽ ചില മേഖലകൾ കൃഷി ചെയ്യാതെ കാടുപിടിച്ചു കിടക്കുന്നതും വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമാകുന്നുണ്ട്. വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. നമ്മളിപ്പോൾ ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ആളുകളുടെ പുലിപ്പേടിയെ കുറിച്ച് കേട്ടു. നമ്മൾ ഇനി നേരെ പോകുന്നത് കോതമംഗലത്തേക്കാണ്. അവിടെ കൃഷിയിടത്തിൽ നാശം വിതച്ചിരിക്കുകയാണ് കാട്ടാനക്കൂട്ടം. പിണ്ടിമനയിലാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ആനകളെത്തിയത്. പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുന്നെങ്കിൽ ആ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുകൊള്ളാണ് ഇവിടെ ആനകളെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ കൃഷിക്കാരുടെയൊക്കെ ഒരു അവസ്ഥ അത് എന്തുമാത്രം ദയനീയമായിരിക്കും നമുക്ക് ഓർക്കാൻ സാധിക്കില്ല അല്ലേ. കാരണം ഒരുവിധം പ്രതിരോധ സംവിധാനത്തിലായിരിക്കും അവരൊക്കെ നിൽക്കുന്നത്. പക്ഷെ ആ പ്രതിരോധ സംവിധാനം പോലും തകർത്തുകൊണ്ട് കാട്ടാനക്കൂട്ടം എത്തുമ്പോൾ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ അത് നമുക്ക് എന്തായാലും ആ റിപ്പോർട്ടിൽ കൂടി മനസ്സിലാക്കാം. കാട്ടാനകളെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് പിണ്ടിമനയിൽ ആനക്കൂട്ടമെത്തിയത്. പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് സംഭവം. ആനകൾ കൃഷിയിടത്തിലിറങ്ങി വ്യാപക നാശം വരുത്തി. പൈനാപ്പിൾ, റബ്ബർ തൈകൾ, വാഴ, കയ്യാലകൾ, ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ടിൻ ഷീറ്റുകൾ എന്നിവ ആനക്കൂട്ടം നശിപ്പിച്ചു. ഇതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കർഷകരായ മൈക്കുളങ്ങര കുര്യാക്കോസ്, വീപ്പനാട്ട് ഏലിയാസ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ നാശനഷ്ടം വരുത്തിയത്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സനൽ എന്ന കർഷകൻ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ടിൻ ഷീറ്റുകളാണ് കാട്ടാനകൾ ചവിട്ടി മെതിച്ചത്. ഒരു തലത്തിലും കർഷകർക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു നിലയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇന്ന് കർഷകർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വിളവെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ വന്യമൃഗങ്ങൾ വിളവെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും നാശനഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിന് സർക്കാരിൽ നിന്നും ഒരു മാർഗം സൃഷ്ടിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തരുണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് JC സാജു, കൃഷി ഓഫീസർ ശൈലജ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാനകൾ കൃഷിയിടത്തിൽ കയറാതിരിക്കാൻ നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അടുത്തടുത്താണ് എല്ലാവരും കൃഷിഭൂമിയുള്ളത്, കൃഷി ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ രീതിയിലുള്ള സംഭവങ്ങൾ മാറ്റി ഇങ്ങോട്ട് ആന ഏതെങ്കിലും രീതിയിൽ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാട്ടാന ശല്യം മൂലം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 കോതമംഗലം.
സാധാരണക്കാരായ കർഷകരുടെ ഒരു നിസ്സഹായാവസ്ഥയുടെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ അധികാരികൾ കാണണം. ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർത്ത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ കർഷകൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. സ്വാഭാവികമായും ഈ റിപ്പോർട്ടൊക്കെ നമ്മുടെ അധികൃതർ കാണും. ഒരു പരിഹാരമുണ്ടാകും. എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഉടൻ ചെയ്യണമെന്നുകൂടി ഞങ്ങളിപ്പോൾ ന്യൂസ് 18 അധികാരികൾക്ക് മുൻപിൽ വയ്ക്കുകയാണ്. അതിൽ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ അനിമൽ ഹസ്ബൻഡറി സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ജീവനക്കാരെ ബേഡകത്തെ ഹൈടെക് ആർട്ട് ഫാമിലേക്ക് മാറ്റി നിയമിച്ചതുകൊണ്ടുള്ള ഉത്തരവ് വന്നതോടുകൂടി നേരത്തെ ഈ വെറ്റിനറി ഉപകേന്ദ്രങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന RAHC പൂട്ടുമെന്നാണ് ലഭിക്കുന്ന സൂചന. അണങ്കൂരിലെ ജില്ലാ വെറ്റിനറി ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്ററിലെ ജീവനക്കാരെ മാറ്റാനൊരുങ്ങി വകുപ്പ്. തസ്തികകൾ മറ്റൊരിടത്തേക്ക് ക്രമീകരിക്കാനുള്ള ഉത്തരവ് വന്നതോടെ കേന്ദ്രം അടച്ചുപൂട്ടുമെന്നാണ് സൂചന. നടത്തിയിരുന്ന സ്ഥാപനത്തിലാണ് നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാരെ ബെഡടുക്കയിലെ ആട് ഫാമിലിയിലേക്ക് ക്രമീകരിക്കാനാണ് ഉത്തരവ്. കേന്ദ്രത്തിലെ ജീവനക്കാരെ മുഴുവൻ മാറ്റുന്നതിലൂടെ കാസർഗോഡ്, മഞ്ചേശ്വരം, കാറടുക്ക ബ്ലോക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള മൃഗാശുപത്രികളുടെയും വെറ്റിനറി ഡിസ്പെൻസറികളുടെയും ഉപകേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ആശങ്ക. ഭരണസ്വാധീനം ഉപയോഗിച്ച് ഹൈടെക് ആട് ഫാമിനും വേണ്ടി ഉദുമ നിയോജക മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തും CPM ശക്തി കേന്ദ്രവുമായ ബേഡടുക്കയിലേക്ക് മാറ്റുന്നതിനെതിരെ നെല്ലിക്കുന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാസർകോട്ട് നിന്ന് ഈ RHO റീജിയണൽ അനിമൽ ഹസ്ബൻഡറി സെൻറ്റർ RHHC എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് മാറ്റുന്നതിനോട് കാസർഗോഡിൻ്റെ MLA എന്ന നിലയിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഈ കാര്യം ഞാൻ നേരത്തെ മണത്തറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഇതിൽ സജീവമായി ഇടപെടും. ഇത് കാസർഗോഡ് നിന്ന് പുനഃസ്ഥാപിക്കാൻ MLA എന്ന നിലയിൽ അത് എൻ്റെ ഉത്തരവാദിത്വം, കടമയാണ്. ഇതിൽ ഇടപെട്ട് ഇത് കാസർഗോഡ് തന്നെ പുനഃസ്ഥാപിക്കുക എന്നത്. കന്നുകാലികളുടെ കുളമ്പ് രോഗത്തിന് അടക്കമുള്ള വാക്സിനുകൾ ക്രോഡീകരിക്കുന്ന കേന്ദ്രം കൂടിയാണ് സ്ഥാപനം. ഹൈടെക് ഗോഡ് ഫാമിനായി ബേഡടുക്കയിൽ നിശ്ചയിച്ച സ്ഥലം ആവശ്യത്തിന് വെള്ളവും പുല്ലും കിട്ടാത്ത സ്ഥലത്താണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഹൈസ്കൂൾ തലത്തിലെ 44 വിദ്യാർത്ഥികളാണ് SPC പരിശീലനം പൂർത്തിയാക്കിയത്. നമുക്ക് അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഒന്ന് കണ്ടുവരാം. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മികവുറ്റതായിരുന്നു. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയത്. റെസിഡൻഷ്യൽ ക്യാമ്പ്, കായിക പരിശീലനം, പരേഡ്, റോഡ് സുരക്ഷാ ക്യാമ്പയിൻ, നിയമ സാക്ഷരതാ ക്ലാസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ളതാണ് പരിശീലനം. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാൻ രക്ഷിതാക്കളും സഹപാഠികളും എത്തിയിരുന്നു. മുഹമ്മദ് മുഹസിൻ MLA കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു. നമുക്കറിയാം, യുവതലമുറയെ കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ പറയുന്ന സമയത്ത് നാളിതുവരെയുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ചരിത്രത്തിൽ ഈ പരിശീലനം നേടി വന്ന കുട്ടികൾ പൊതുവെ നമ്മൾ മറ്റുള്ള കച്ചറകള്, അടിപിടികള്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഒന്നിലും നമുക്കവരെ കാണാൻ കഴിയില്ല. 3 വർഷത്തെ പരിശീലനമാണ് കേഡറ്റുകൾക്ക് നൽകിയത്. പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ചതാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. ന്യൂസ് 18 വാടാനംകുറിശി. നമ്മൾ ഈ SPC കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഒരു വാർത്തയെടുക്കുമ്പോൾ അതിൽ കൊലപാതകങ്ങളും മയക്കുമരുന്നുകളും ലഹരിയുടെ ഉപയോഗങ്ങളും കുട്ടികൾ വഴിതെറ്റി പോകുന്ന വാർത്തകളാണ് നമ്മൾ എപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ SPC, ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വന്നത്. ആ സമയത്ത് എനിക്കൊന്നും അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ശേഷം വന്ന ഞങ്ങളുടെ ജൂനിയേഴ്സ് വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിൽ SPCയിൽ പങ്കെടുത്ത സമയത്ത് ആ ഒരു യൂണിഫോം ഇട്ട് കുട്ടികളെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു എന്നുള്ളത് ഏറെ നമ്മുടെ സർക്കാരിന്, നമ്മുടെ നാടിന് അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ കണ്ട ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ SPCയിൽ ചേരുന്ന കുട്ടികൾ ഒരിക്കലും മറ്റൊരു വഴിയിലേക്ക്, ലഹരിയുടെ വഴിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇതുവരെ അത്തരത്തിലൊരു വാർത്തകൾ നമുക്ക് നൽകേണ്ടിയും വന്നിട്ടില്ല. അഭിമാനത്തിൻ്റെ വാർത്തകളല്ലാതെ SPCയെ സംബന്ധിച്ച്. എന്തായാലും ആ റിപ്പോർട്ട് വളരെ സന്തോഷമുള്ള റിപ്പോർട്ട് നിങ്ങളുടെ കാര്യത്തിൽ സംശയം. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. പാലക്കാട് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയായ
ഈ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിനി മറ്റു വാർത്തയിലേക്കാണ് പോകുന്നത്. കോതമംഗലത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് കൃഷി. 5000 സ്ക്വയർ ഫീറ്റിലാണ് പഴം പച്ചക്കറി കൃഷി. തങ്കളം ബൈപ്പാസ് റോഡിലെ ലാക്കാസ റെസിഡൻസിയുടെ മട്ടുപ്പാവിലാണ് കൃഷി. എല്ലാവിധ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഇവിടെ വളരുന്നു. പച്ചക്കറി കൃഷി നേരത്തെ തുടങ്ങിയിരുന്നു, പിന്നീടാണ് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ലാക്കാസ MD MU അഷ്റഫാണ് നേതൃത്വം നൽകുന്നത്. അംഗങ്ങൾ തന്നെയാണ് പരിപാലനം. വഴുതന, പയർ, പാവൽ, മുളക്, തക്കാളി, വെണ്ട, മാവ്, പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയവ ഗ്രോ ബാഗുകളിലും ഡ്രമ്മുകളിലുമായാണ് വളർത്തുന്നത്. ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ലാക്കാസ റെസിഡൻസിയുടെ മുകളിൽ മാക്സിമം എല്ലാവിധ പച്ചക്കറികളും ഫലവൃക്ഷ തൈകളും നടുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ തൈകളൊക്കെ വെച്ച് അതൊക്കെ പടർന്നു വരുമ്പോൾ തന്നെ മാനസികമായി വളരെ എന്താ പറയുക, ഒരു ഉന്മേഷം രാവിലെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കോതമംഗലം കൃഷി ഓഫീസറിന്റെ സഹായത്തോടെയാണ് മട്ടുപ്പാവ് കൃഷി. ഉദ്ഘാടനം FIT ചെയർമാൻ R അനിൽകുമാർ നിർവഹിച്ചു. ഈ സ്ഥാപനത്തിന്റെ മുകളിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രവാസികളുടെ തന്നെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഇടപെടൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള സംഗതിയാണ്, മാതൃകാപരമായിട്ടുള്ള സംഗതിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളതിൽ കോതമംഗലം നഗരസഭ, അതോടൊപ്പം തന്നെ നെല്ലിക്കുഴി പഞ്ചായത്ത്, മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, സഹകരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം നല്ല നിലയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ ഇടത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 കോതമംഗലം. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ നാട്ടിൽ സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒന്നും ഉറവ ഇതുവരെ വറ്റിയിട്ടില്ല, നല്ല കുറേ മനസ്സുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്, ഇടുക്കിയിലേക്കാണ്. സുമനസ്സുകളുടെ സഹായത്താൽ ഇടുക്കിയിലെ ബിജു പൗലോസിന് വീടൊരുക്കി. തിരുവനന്തപുരം ഡിഫൻസ് ആർട്ട് സെന്റർ ആണ് വീട് നിർമ്മിച്ച് കൈമാറിയത്. പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന ബിജുവിന് സ്വന്തമായി വീടെന്നത് സ്വപ്നമായിരുന്നു. ഇതാണ് തിരുവനന്തപുരം ഡിഫൻസ് ആർട്ട് സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. 8.25 സെന്റ് ഭൂമിയിൽ മാതൃകാ ഭവന പദ്ധതിയുടെ ഭാഗമായി 668 ചതുരശ്ര അടിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. ഇന്ന് ഈ വീട്ടിലേക്ക് ജീവിതം പറിച്ചു നടുന്ന, അല്ലെ പുതിയ ജീവിതം ആരംഭിക്കുന്ന ബിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഐശ്വര്യപൂർണമായ ജീവിതം, ഒരു രണ്ടാം ഘട്ട ജീവിതത്തിന്റെ ഒരു കുതിപ്പിനുള്ള ഒരു സ്ഥലമായി, ഒരു ലോഞ്ചുപാടായി വീട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. റാമ്പ്, വീൽചെയർ കടന്നുപോകാൻ പാകത്തിൽ വാതിലുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ പ്രത്യേകതയാണ്. വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ പ്രജീഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറക്കാട്ടയിൽ, ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാന്റ് മാനേജർ CK സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽചെയറും ബിജുവിന് കൈമാറി. ന്യൂസ് 18 ഇടുക്കി. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകർ സ്കൂളിൽ വിട്ട് വിരമിച്ച് പോകുന്ന സമയത്ത് അവർക്കൊക്കെ സമ്മാനങ്ങൾ നൽകാറുണ്ടല്ലേ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് പ്രത്യേകിച്ചും സമ്മാനങ്ങൾ നൽകാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നൽകാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ ഈ വിരമിച്ച അധ്യാപകർക്ക് അവരുടെ മികവാർന്ന ഛായാചിത്രങ്ങൾ വരച്ചു നൽകി ഹൃദയസ്പർശിയായ ഒരു യാത്രയപ്പ് നൽകുകയാണ് പാലക്കാട് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. സ്കൂളിലെ ചിത്രകലാ ക്ലബിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഈ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. നമുക്ക് ആ പരിപാടി ഒന്ന് കണ്ടുവരാം. അറിവ് പകർന്ന അധ്യാപകരെ മനസ്സിലും ഒപ്പം ചിത്രങ്ങളിലും പകർത്തിയാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിരമിക്കുന്ന അധ്യാപകരോടുള്ള ഗുരുഭക്തി അറിയിക്കുന്നതും യാത്രയയപ്പ് നൽകുന്നതും. ഈ അധ്യയന വർഷം വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 7 അധ്യാപകരാണ് വിരമിക്കുന്നത്. PS ജയ, K ഉണ്ണി, P സുരേഷ് കുമാർ, AN ഹുസൈൻ, KK ജ്യോതി, NP ദേവകി, PK നിർമ്മല എന്നീ 7 അധ്യാപകരുടെ ഛായാചിത്രങ്ങൾ വരച്ചാണ് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ചിത്രകലാ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തുകയും അവർക്ക് കൂടുതൽ അതിലൂടെ വളർച്ച കിട്ടുകയും വിവിധ വിഷയങ്ങൾക്ക് കൂടി ചിത്രകലനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അതിനെ വിപുലീകരിക്കാനുള്ള പദ്ധതി കൂടിയാണ് ഈ ചിത്രകലാ ക്ലബ്ബ് വല്ലപ്പുഴ സ്കൂളിൽ ഇതുവരെ ആവിഷ്കരിച്ചു വരുന്നത്. വിദ്യാലയത്തിലെ ചിത്രകലാ ക്ലബ് വിദ്യാർത്ഥികളായ ഫാത്തിമ ഷിഫ, ഹംന നസ്രീൻ, ആദിദേവ് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികളായ KP മുസ്തഫ, ആശ എന്നിവരുമാണ് ഛായാചിത്രങ്ങൾ വരച്ചത്. ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ചിത്രകലാ ക്ലബ്ബ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ ഓരോ കുട്ടികളുടെയും ചിത്രകലയും മറ്റ് കഴിവുകളെയൊക്കെ
എന്നും സജീവമായിട്ട് പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ ഫലമായിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ പല പരിപാടികളിലും ഈ കലോത്സവത്തിനൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ അധ്യാപകർക്കാണ് ഇതിലെ വലിയൊരു പങ്കുള്ളത്. എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത് എൻ്റെ ചിത്രകല അധ്യാപകനായ സലാം സാറ് കാരനാണ്. സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലേക്ക് വന്നൊരു ഫീലിംഗ് ഉണ്ട്, ചേരാൻ വന്നൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ക്ലബിലെ 20ഓളം കുട്ടികൾ വരച്ച ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് വിരമിക്കുന്ന അധ്യാപകർക്ക് കൈമാറുന്നത്. സ്കൂളിൽ ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ചിത്രകലാ അധ്യാപകരായ അബ്ദുൾ സലാം, ഹർഷ എന്നിവർ അധ്യാപകരുടെ ഛായാചിത്ര രചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ നാട്ടിൻ്റെ നല്ല കുറേ വാർത്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായ വാർത്തകൾ എന്നും രാവിലെ കേൾക്കുന്നത് ഒരു സന്തോഷം തന്നെയാണല്ലേ. അത്തരത്തിൽ ഇപ്പോഴും ചേർത്ത് പിടിക്കലും സ്നേഹവും കരുണയും ഒന്നും പറ്റിയിട്ടില്ല, എല്ലാവരിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നിർധന കുടുംബത്തിനായി സുമനസ്സുകൾ നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികളൊക്കെ സൗജന്യമായി ചെയ്യുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികളാണ് ഈ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് നൽകുന്നത്. അടിമാലി മച്ചിപ്ലാവിന് സമീപമാണ് സുമനസ്സുകളുടെ സഹായത്താൽ വീട്ടമ്മയ്ക്ക് സ്നേഹവീടൊരുങ്ങുന്നത്. നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പങ്കാളികളാവുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. അടിമാലി വൈസ്മെൻ സെന്ററിലും മറ്റ് സുമനസ്സുകളും ചേർന്നാണ് മറയൂർ സ്വദേശിനിക്കായി സ്നേഹവീട് നിർമ്മിച്ച് നൽകുന്നത്. വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികൾ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് കുടുംബത്തിന് ഏറെ സഹായകമായി. ക്ലാസ് മുറികളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനുള്ള അവസരമായി കണക്കിലെടുത്ത സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര മൈലം തൃക്കൊന്നമർന്നകാവ് ദേവീക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹോരേക്കാട്ട് ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 8ാം ദിവസവും ബലികൽപുര ദേവീ ദർശനവും ചെമ്പട്ട് നേർച്ചയോടെയും ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കും സന്ധ്യാസേവയ്ക്കും ശേഷമായിരുന്നു തൃക്കൊടിയേറ്റ് നടന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ഭക്തിയുടെ നിറവിൽ ഉത്സവം കൊടിയേറി. ക്ഷേത്രാചാര കർമ്മങ്ങളും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളും ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയിരുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളോടെയാണ് ഉത്സവം നടക്കുന്നത്. ചെമ്പട്ട് നേർച്ചയും ദേവി ബലിക്കൽപുര, ഈ ദേവി ബലിക്കൽപുരയിലാണ് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ദേവിയുടെ എല്ലാ ഐശ്വര്യവും നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ ഉത്സവ സമയത്ത് ഏറ്റവും വലിയ വിശ്വാസം. 400 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം ആചാരപ്പെരുമ കൊണ്ടും ഐതിഹ്യത്താലും ശ്രദ്ധേയമാണ്. ശാന്തസ്വരൂപിണിയായ ദേവീ സങ്കല്പത്താൽ ഉത്സവം കണ്ടു തൊഴാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് തിരൾ വഴിപാടാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ പായസമൊക്കെ, ഇവിടെ പായസം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് വെച്ചാൽ പന്തിരാഴി തിരളിയാണ്. അങ്ങനെ വഴിപാടിന് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നെയ്വിളക്ക്, അതുപോലെ നെയ്പായസം, ഇത് രണ്ടും ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആണ്. നെയ്വിളക്ക് എപ്പോഴും തെക്ക് പടിഞ്ഞാറൊക്കെ ശ്രീകോവിലിനുള്ളിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെയ്വിളക്ക് ഉണ്ട്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും നെയ്വിളക്ക് കത്തിക്കാനാണ്. 8ാം ഉത്സവ ദിവസം മീനമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ ബലിക്കൽപുരയിലിരുത്തി പൂജ ചെയ്യുന്നത് ഭക്തി നിർഭരമാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ചെമ്പട്ട് നേർച്ചയാണ് ഇഷ്ട വഴിപാട്. തുടർന്ന് നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവം കൊടിയേറും. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ ഈ നാട്ടിൽ എന്തുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടാമ്പിക്കാർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണത്തിലൂടെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പട്ടാമ്പി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ. എന്തായാലും ശുചിത്വ നഗരസഭയായി പട്ടാമ്പി മാറിയിരിക്കുകയാണ്. ശുചിത്വ പ്രഖ്യാപനവും ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്കെ സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണിപ്പോൾ പട്ടാമ്പി നഗരസഭയിൽ ഈ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിക്ക് വന്ന മാറ്റം പലരും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. പട്ടാമ്പിയിലെ ആ മാറ്റത്തെ കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ പട്ടാമ്പിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു 3 മണിക്ക് ശേഷം നമുക്ക് നമ്മുടെ ടൗണിലൂടെ നടന്നു പോകാൻ, മൂക്ക് പൊത്തിയല്ലാതെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ. അത് ഇന്ന് വളരെ ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേനാംഗങ്ങളും അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളും വളരെ ക്ലീൻ ആക്കി വെക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തെ വൃത്തിയുള്ള നഗരമായി മാറ്റാൻ സാധിച്ചത്.
പട്ടാമ്പി ശുചിത്വ നഗരമായ വാർത്ത കേട്ടു അല്ലേ? പക്ഷേ അങ്ങനെയാണെങ്കിൽ കല്ലടയാറ്റിൽ നിന്ന് വരുന്ന അത്ര നല്ല വാർത്തയല്ല. കല്ലടയാറ്റിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളുന്നു എന്നുള്ള റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് മുൻവശത്തായാണ് ഈ മാലിന്യ നിക്ഷേപം. എന്തായാലും ഇത് അധികൃതർ പരാതി നൽകി, പക്ഷേ പരാതി നൽകിയിട്ടും ഇതിനൊന്നും ഒരു അവസാനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് മുൻവശത്ത് കല്ലടയാറ്റിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പുനലൂർ പോലീസിനും പരാതി നൽകിയ അതേ ദിവസം തന്നെ രാത്രിയിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി. സ്ഥിരമായി കുറെ ആളുകൾ സാമൂഹിക വിതരണം അവരെ വിശേഷിപ്പിക്കാം. അവരെ മാലിന്യം തള്ളുന്ന ഇറച്ചി മാലിന്യം ഉൾപ്പെടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. അല്പം കുറ്റിക്കാടിനുള്ളിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. ഇത് നേരെ ഒഴുകിയിറങ്ങുന്നത് കല്ലടയാറ്റിലേക്കുമാണ്. ദുർഗന്ധം അറിയാതിരിക്കുവാനായി മാലിന്യം തള്ളുന്നതിന് ഇരുവശത്തുമായി ഇറച്ചി മാലിന്യം ഉൾപ്പെടെ കൊണ്ടുതള്ളും. ഇറച്ചി മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് ഉയരുന്നത് എന്ന് വരുത്തി തീർക്കാൻ തന്ത്രപൂർവ്വം കാട്ടുന്ന നടപടിയാണിതെന്നാണ് ആരോപണം. മാലിന്യം തള്ളുന്നതിന് 200 മീറ്റർ താഴ്വശത്തായാണ് 3 ഗ്രാമപഞ്ചായത്തുകൾക്ക് ശുദ്ധജലം വിതരണം നടത്തുന്ന കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ്. ഇവിടം ജനവാസ മേഖല അല്ലാത്തതിനാൽ വൈദ്യുത വിളക്കുകളുടെ അഭാവവും ഗ്രാമപഞ്ചായത്തിന് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് വൈദ്യുതി ലഭ്യമല്ലാത്തതും മാലിന്യം തള്ളുന്നവർക്ക് സഹായകമായിട്ടുണ്ട്. കിൻഫ്ര പാർക്കിന്റെ റോഡിന്റെ വശവും CCTV ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ പരിശോധന നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പുനലൂർ. നമ്മളിനി പാലക്കാടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ചെറിയൊരു ആശങ്കയുടെ വാർത്ത വരുന്നുണ്ട്. ഈ വാണിയംകുളത്ത് സ്കൂളിന് സമീപം 26 അണലി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയെന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പുലാചിത്രയിൽ TRK ഹൈസ്കൂളിന്റെ ചുറ്റുമതിലിനുള്ളിൽ നിന്നുമാണ് ഈ അണലികളെയും 26 കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. സ്കൂളിന്റെ പിൻഭാഗത്തെ മതിൽ പൊളിച്ചാണ് പാമ്പിനെയും കുഞ്ഞുങ്ങളെയും പുറത്തെടുത്തത്. മേഖലയിൽ കൂടുതൽ പാമ്പുണ്ടെന്നാണ് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നത്. പ്രദേശവാസികളുടെ ആശങ്ക അത് കണക്കിലെടുക്കേണ്ടതാണ്. കാരണം ഇത് സ്കൂളിന്റെ പരിസരമാണ്, അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ ഒരു റിസ്കിന് നമ്മൾ തയ്യാറാവരുത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് ഇപ്പോൾ ഉള്ള ഈ 26 അണലി കുഞ്ഞുങ്ങളെയും ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനിയും പാമ്പുകൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്ന അവരുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് കൃത്യമായി തിരച്ചിൽ നടത്തണം. അത്തരത്തിലൊരു ആശങ്ക ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അക്കാര്യം അധികൃതർ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.